ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ നിഫ്റ്റി ഇന്നെന്ന് പറഞ്ഞാൽ 16th ഏപ്രിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ഇറങ്ങിയെങ്കിലും പ്രോപ്പറായിട്ടൊരു ഡൗൺ ഇറങ്ങാതെ തിരിച്ച് കുറേ നേരം സൈഡ് വേസ് തിരിച്ച് കയറാൻ നോക്കിയതിന് ശേഷമാണ് ഒരു 11:30 കഴിഞ്ഞ് നല്ലൊരു ഡൗൺ സൈഡ് വന്നത്. അവിടുന്ന് പിന്നെ നല്ലൊരു ഇറക്കമായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് അവിടെ 5 മിനിറ്റ്സ് ചാർട്ടിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ എൻട്രി എടുക്കണം അതിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ 24,300 വന്ന ട്രേഡും ഞാനിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന ബൈ സൈഡ് നമുക്ക് മാർക്കറ്റ് കുറച്ചിറങ്ങിയ ശേഷം തിരിച്ച് റിവേഴ്സും പോകാൻ ശ്രമിച്ചു. അവിടെ നമുക്ക് എക്സിറ്റ് ലെവൽ കറക്റ്റായിട്ട് സോഫ്റ്റ് എക്സ്ട്രാ കളേഴ്സ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ഇതിനകത്ത് ഒരു ഫേക്ക് ട്രേഡ് വന്നാൽ നമ്മൾ പെട്ടെന്ന് എൻട്രി എടുത്തതിന് ശേഷം തിരിച്ചു പോയാൽ എന്ത് ചെയ്യുക, ഇതൊക്കെ ഇന്നത്തെ ട്രേഡിൽ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇൻഡിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് സിക്കിളിൽ 3 കിട്ടി. നിഫ്റ്റിയിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം സെൽ ഇൻഡിക്കേഷൻ മോർണിംഗിൽ 10 മണിക്ക് തന്നിരുന്നു. 10 മണിക്ക് ഡൗൺ ഇറങ്ങിയതിന് ശേഷം കൺഫേം ആകാതെ തിരിച്ചു കയറുമായിരുന്നു. 5 മിനിറ്റ്സിൽ നമുക്ക് അവിടെ സോഫ്റ്റ് സെല്ല് തന്നെങ്കിലും സെൽ ഇൻഡിക്കേഷൻ തന്നെങ്കിലും കൺഫേം ആയില്ല. താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ് കാണിച്ചിരുന്നത്. കൺഫർമേഷൻ വന്നും ബ്രേക്ക്ഔട്ടും പോയതും അപ്രോക്സിമേറ്റ് 11:30 കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഔട്ട് വന്നത്. അവിടുന്ന് കൺഫേം ആയി നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ താഴോട്ടിറങ്ങി മാർക്കറ്റ് പിന്നെ നല്ലൊരു ഡൗൺ സൈഡ് ആയിരുന്നു. സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. സോഫ്റ്റ് അവിടെ എക്സിറ്റ് ലെവലും നമുക്ക് വൈറ്റ് കളറിൽ തന്നിട്ടുണ്ട്. എക്സ്ട്രാ കളർ വരുന്നത് എക്സിറ്റ് ലെവലാണ്. കൺഫർമേഷൻ ഒരു സെല്ല് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ താഴത്തെ കൺഫർമേഷൻ ബാറും ഒന്നിച്ച് വന്നതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാവൂ. അപ്പോൾ കൺഫർമേഷൻ പെട്ടെന്ന് റിവേഴ്സ് പോയാലും അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള എക്സിറ്റ് ഇൻഫർമേഷൻ എക്സ്ട്രാ കളർ അവിടെ കാണിച്ചു തരും. അവിടുന്ന് പിന്നെ നല്ലൊരു ഡൗൺ ആയിരുന്നു. ലാസ്റ്റ് അതിനുശേഷം മാർക്കറ്റ് പിന്നെയും തിരിയാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഒരു ബ്ലൂ കളർ എക്സിറ്റ് കാണിച്ചു. പക്ഷേ സിഗ്നൽ വന്ന് കൺഫേം ആയി ബ്രേക്ക്ഔട്ട് പോയത്. സിഗ്നൽ വന്നതും കൺഫേം ആയതും സെക്കൻഡ് ക്യാൻഡിലാണ്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് ബൈ കയറാൻ ശ്രമിച്ചതിന് ശേഷം പെട്ടെന്ന് അവിടുന്ന് എക്സിറ്റ് ലെവൽ തന്നിട്ടുണ്ട്. ബ്ലൂ കളർ അവിടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു സ്കാൽപ്പിംഗിൽ മിനിറ്റ് വൈസിൽ അവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അവിടുന്ന് ചെറുതായിട്ട് മാർക്കറ്റ് ബൈ കയറുകയും ചെയ്ത് അവിടുന്ന് റിട്ടേൺ എടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് മിനിറ്റ് വൈസിലെ എൻട്രി ആണ്. മിനിറ്റ് വൈസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ആദ്യം ഒരു ബൈ കയറി തിരിച്ച് പെട്ടെന്ന് ഇറങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് താഴെ ഗ്രീൻ ആയതുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തപ്പോൾ അവിടെ ഓൾറെഡി ഗ്രീൻ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ എടുക്കാം. റെസിസ്റ്റൻസ് സ്ട്രോങ്ങും ആയിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ചെറിയൊരു അപ് ട്രെൻഡ് നമുക്ക് പോയിട്ടുണ്ട്. ചെറിയ റിട്ടേൺസ് 40-50 പോയിന്റ്സോളം നമുക്ക് അവിടെ ഡൗൺ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സെൽ ഇൻഡിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ ഇറങ്ങി. ഇപ്പോൾ സപ്പോർട്ട് കട്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാൻ ശ്രമിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മിനിറ്റ് വൈസിൽ മോർണിംഗ് സെക്ഷനിലും ക്ലോസിംഗിൽ 2 മണിക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള എൻട്രികൾ ക്വിക്ക് എൻട്രികൾ നമുക്ക് അവിടെ കിട്ടുന്നതാണ് മിനിറ്റ് വൈസിൽ. പക്ഷേ മോർണിംഗ് സെക്ഷനിലും ക്ലോസിംഗ് ലെവലിലുമാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. അപ്പം ഇതിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ നിഫ്റ്റിയിൽ മോർണിംഗിൽ പോയ പുട്ട് ഓപ്ഷൻ്റെ 24,300 നമുക്ക് നോക്കുകയാണെങ്കിൽ സിഗ്നൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആയി ബ്രേക്ക്ഔട്ട് പോയത് നമുക്ക് അപ്രോക്സിമേറ്റ് 202 നിന്നാണ്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കയറി 309 വരെ 100 പോയിന്റ്സുള്ള മാർക്കറ്റ് നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഇൻഡിക്കേഷൻ കറക്റ്റായിട്ടുള്ള അവിടെ കൺഫർമേഷൻ ലെവൽസ് നമുക്ക് എവിടെ മാർക്കറ്റ് തിരിഞ്ഞോ അവിടുന്ന് കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ സോഫ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.